Hello friends, welcome back to Wings of Education. Our next topic is basic practices of crop production. Why paddy cannot be grown in the winter season? Paddy requires a lot of water, therefore it is grown only in the rainy season. എന്തുകൊണ്ടാണ് പാഡി വിൻ്റർ സീസണിൽ വളരാത്തത്? കാരണം ചില ക്രോപ്സ് വളരാൻ ചില സമയത്തേ പറ്റുള്ളൂ. പാഡി ഈസ് എ ഖാരിഫ് ക്രോപ്പ്, സോ ഇറ്റ് റിക്വയർഡ് എ ലോട്ട് ഓഫ് വാട്ടർ. പാഡിക്ക് വളരാൻ നല്ലോണം വെള്ളം ആവശ്യമാണ്. അതുകൊണ്ടാണ് റെയിനി സീസണിൽ നടുന്നത്. വിൻ്റർ സീസണിൽ പറ്റില്ല. Cultivation of crops involves several activities undertaken by farmers over a period of time. You may find that these activities are similar to those carried out by a gardener or even by you when you grow ornamental plants in your house. നമ്മളൊരു കൃഷി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. These activities or tasks are referred to as agricultural practices, which are listed below. First one, preparation of soil. Second one, sowing. Third one, adding manure and fertilizers. Fourth one, irrigation. Fifth, protecting from weeds. Sixth, harvesting. And seventh, storage. ഈ കാണുന്ന സ്റ്റെപ്സിനാണ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, നമ്മൾ സോയിലിനെ നന്നാക്കണം. സെക്കൻഡ് വൺ, വിത്തിടണം, സോയിങ്. ആൻഡ് തേർഡ് വൺ, വേണ്ടത്ര മാന്യൂറും ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യണം. ഫോർത്ത് വൺ, പ്രോപ്പറായിട്ട് വെള്ളമൊഴിക്കണം. ഫിഫ്ത്ത് വൺ, കളകളിൽ നിന്നും സംരക്ഷിക്കണം. സിക്സ്ത് വൺ, പാകമായാൽ അതിനെ ഹാർവെസ്റ്റ് ചെയ്യണം. ആൻഡ് സെവൻത്ത് വൺ, സ്റ്റോറേജ് ചെയ്യണം. എന്ന് വെച്ചാൽ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വെള്ളമൊന്നും തട്ടാതെ സേവ് ചെയ്ത് ഗ്രെയിൻസിനെ സംരക്ഷിക്കണം. ആൻഡ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. ദ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ ഗ്രോയിങ് എ ക്രോപ്പ്. One of the most important tasks in agriculture is to turn the soil and loosen it. This allows the roots to penetrate deep into the soil. The loose soil allows the roots to breathe easily even when they go deep into the soil. Why does the loosening of soil allow the roots to breathe easily? Preparation of soil എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്ന മണ്ണിനെ നന്നായി ഇളക്കിയെടുത്ത് അതിനെ ലൂസൺ ചെയ്യണം. എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് ഇങ്ങനെ നമ്മൾ സോയിലിനെ ചെയ്താൽ ചെടികളുടെ വേരുകൾക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റും, നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാനും പറ്റും. The loosened soil helps in the growth of earthworms and microbes present in the soil. These organisms are friends of the farmer since they further turn and loosen the soil and add humus to it. But why the soil needs to be turned and loosened? നമ്മൾ ഇങ്ങനെ സോയിലിനെ ലൂസൺ ചെയ്താൽ സോയിലിൽ എർത്ത് വർംസും മൈക്രോബ്സിനുമൊക്കെ വളരാൻ സാധിക്കും. ഇവയൊക്കെ ഫാമേഴ്സിൻ്റെ ഫ്രണ്ട്സാണെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ സോയിലിലേക്ക് ഹ്യൂമസ് ആഡ് ചെയ്യും. You have learned in the previous classes that soil contains minerals, water, air, and some living organisms. In addition, dead plants and animals get decomposed by soil organisms. In this way, various nutrients in the dead organisms are released back into the soil. These nutrients are again absorbed by plants. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സോയിലിൽ ഒരുപാട് മിനറൽസും വാട്ടറും എയറും ലിവിങ് ഓർഗാനിസംസും ഉണ്ടാകും. ഇതുകൂടാതെ കുറേ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനൊക്കെ ഓർഗാനിസംസ് ഡിക്കമ്പോസ് ചെയ്തിട്ട് അവരുടെ ന്യൂട്രിയൻസ് സോയിലിലേക്ക് ആഡ് ചെയ്യും.
Since only a few centimeters of the top layer of soil supports plant growth, turning and loosening of soil brings the nutrient-rich soil to the top so that plants can use these nutrients. പ്ലാന്റ് ഗ്രോത്ത് സോയിലിൻ്റെ ടോപ്പ് ലെയറിൽ കുറച്ച് സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. സോ നമ്മൾ ഈ സോയിലിനെ ലൂസൺ ചെയ്താൽ താഴെ ന്യൂട്രിയൻസ് ഉള്ള സോയിലും ടോപ്പിലേക്ക് വരും. അതുകൊണ്ട് പ്ലാന്റ്സിന് ആ ന്യൂട്രിയൻസും യൂസ് ചെയ്യാം. Thus, turning and loosening of soil is very important for cultivation of crops. അതുകൊണ്ടാണ് ടേണിംഗ് ആൻഡ് ലൂസണിങ് ഓഫ് സോയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് loosening and turning of the soil is called tilling or plowing. This is done by using a plow. Plows are made of wood or iron. If the soil is very dry, it may need watering before plowing. The plowed field may have big clumps of soil called crumbs. It is necessary to break these crumbs. Leveling the field is beneficial for sowing as well as for irrigation. Leveling of soil is done with the help of a leveler. Sometimes manure is added to the soil before tilling. This helps in proper mixing of manure with soil. The soil is moistened before sowing. ലൂസണിങ് ആൻഡ് ടേണിങ് ഓഫ് സോയിലിനാണ് ടില്ലിംഗ് ഓർ പ്ലോയിങ് എന്ന് പറയുന്നത്. പ്ലോ യൂസ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. പ്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകിൽ വുഡ് അല്ലെങ്കിൽ അയൺ കൊണ്ടായിരിക്കും. സോയിൽ ഡ്രൈ ആണെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം പ്ലോ ചെയ്യുന്നതിന് മുമ്പ്. പ്ലോ ചെയ്താൽ മണ്ണിൽ കട്ടകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു ലെവലർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നേരാക്കണം. പ്രോപ്പറായിട്ട് ഇറിഗേഷൻ നടക്കണം. ബിഫോർ ടില്ലിംഗ് നമ്മൾ മാന്യൂർ ആഡ് ചെയ്യണം. കാരണം നമ്മൾ സോയിൽ ലൂസൺ ചെയ്യുന്ന സമയത്ത് ഈ മാന്യൂർ സോയിലിൽ നന്നായി മിക്സാകും. സോയിൽ മോയ്സ്റ്റൻ ചെയ്തതിനു ശേഷം വിത്തിടണം. നെക്സ്റ്റ്, അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ്. ബിഫോർ സോയിങ് ദ സീഡ്സ്, it is necessary to break soil clumps to get better yield. This is done with the help of various tools. The main tools used for this purpose are the plow, hoe and cultivator. വിത്തിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫീൽഡിലെ സോയിൽ പ്രോപ്പറായിട്ട് കിളക്കണം. എന്നാലും സോയിലിൽ ചെറിയ ചെറിയ ക്ലംസ് ഉണ്ടാകും. അതിനെയും കൂടി ലെവൽ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ബെറ്റർ ഈൽഡ് കിട്ടും. ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നത്. പ്ലോ. ദിസ് ഈസ് ബീങ് യൂസ്ഡ് സിൻസ് ഏൻഷ്യൻ്റ് ടൈംസ് ഫോർ ടില്ലിംഗ് ദ സോയിൽ, ആഡിങ് ഫെർട്ടിലൈസേഴ്സ് ടു ദ ക്രോപ്പ്, റിമൂവിംഗ് ദ വീഡ്സ് ആൻഡ് ടേണിംഗ് ദ സോയിൽ. ദിസ് ഈസ് മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് ഈസ് drawn by a pair of bulls or other animals, horses and camels. It contains a strong triangular iron strip called plowshare. The main part of the plow is a long log of wood which is called a plow shaft. There is a handle at one end of the shaft. The other end is attached to a beam which is placed on the bull's neck. One pair of bulls and a man can easily operate the plow. The indigenous wooden plow is increasingly being replaced by iron plows nowadays. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്ലോ മീൻസ് കലപ്പ. പണ്ട് മുതൽക്കേ സോയിൽ ടിൽ ചെയ്യാൻ വേണ്ടിയും ക്രോപ്പിൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യാനും കളകളൊക്കെ കളയാനും സോയിലിനെ ടേൺ ചെയ്യാനുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വുഡ് കൊണ്ട് ഉപയോഗിച്ച പ്ലോയിനെ കൊണ്ടായിരുന്നു. ഇതിനെ വലിച്ചു കൊണ്ടുപോകാൻ പെയർ ഓഫ് ബുൾസ് അല്ലെങ്കിൽ ഹോഴ്സസ് അല്ലെങ്കിൽ ക്യാമൽസിനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയായിരുന്നു ഇതിനെ യൂസ് ചെയ്തത്. ട്രഡീഷണലി വി ആർ യൂസിങ് പ്ലോ വിച്ച് ഈസ് മെയ്ഡ് ഓഫ് വുഡൻ, ബട്ട് ഇപ്പോൾ അയൺ പ്ലോയും അവൈലബിൾ ആണ്. That's all friends. I hope you liked today's video. Thank you for watching.